ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ ഡേ ആണ് നാട്ടിൽ. ഇന്നലെ എത്തി, നല്ല പടക്ക പൊട്ടിച്ച് രാത്രി പിള്ളേരെ കണ്ടിരുന്നു ഇവിടെ അയൽപത്തെ. അങ്ങനെ രണ്ടാമത്തെ ഡേ ആണ് നാട്ടിൽ. വിഷു അല്ല ഇന്ന്. അപ്പോൾ രാവിലെ എണീറ്റ് വിഷുക്കണി കാണാൻ വേണ്ടി എണീറ്റ് ഉറക്കം പോയി. പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ മൊബൈലിൽ കുറച്ച് നേരം അങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് ലാപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പഴയ ലാപ്പാണ്. അപ്പോൾ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ എഴുതി. അപ്പം അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങൊക്കെ അങ്ങനെ ഇരുന്ന് ഉറക്കാൻ റെഡിയാണല്ലോ. കുറേ നേരം റീലൊക്കെ കണ്ട് പെട്ട ഉറക്കാൻ റെഡിയാണ്. ഭ്രാന്തായി. ലാസ്റ്റ് എണീറ്റ് നോക്കിയിട്ട് കാര്യമില്ല. 5 മണിക്ക് ആയിട്ടുള്ളൂ. ഇപ്പം എണീറ്റ് കണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാം നോക്കാം. കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക, സദ്യ ഉണ്ടാക്കുക, പിള്ളേരെ വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു തരാം. കണി വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് കണി വിളക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണി വെച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ ഫുള്ള് ആദരണം തകർത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുക കുക്കിങ്ങൊക്കെ. നമ്മളായിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട്. അലപ്പൊക്കെ മെരുതി ഞാൻ പുറത്തിറങ്ങി. നേരം കൊടുത്തില്ല കേട്ടാ. 5 മണി ആയിട്ടുള്ളൂ. ഫുള്ള് ഇരുട്ടാ. നമ്മൾ നൈസായിട്ട് വിഷു സദ്യയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ജോജി വന്നിട്ടുണ്ട്, പ്രവാസ് വന്നിട്ടുണ്ട്, കണ്ണാപ്പിയുടെ കൂട്ടുകാരുണ്ട് ഇവിടെ. അതിൽ ലേറ്റസ്റ്റായി വരുന്ന പറഞ്ഞിട്ട് വന്നിട്ട് നല്ല വെടിപ്പായിട്ട് എടാ പായസം പിടിക്കും. അതിനുണ്ട് ഫുഡ് കൊള്ളാല്ലേ. കുറച്ച് തൈര് പൊട്ടി മതി. കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ പോവാണ്. 2.5 കൊല്ലത്തിന് ശേഷം. 2 അല്ല 3 കൊല്ലമായി. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ടയറൊക്കെ പുതിയ മാറ്റിയിട്ടായിരുന്നു. റേസിൻ്റെ എന്താ പറയുക, നല്ല ട്രാക്ഷൻ കൺട്രോളില്ല വണ്ടി പോലെ. കൊടുത്തിട്ട് സ്കിഡാവില്ല. കുറേ കറക്കാൻ നോക്കി, പക്ഷെ കയ്യൊക്കെ ഒരു രക്ഷയില്ല. നല്ല പെയിനാണ്. ഫുള്ള് ടൈറ്റായി മസിലൊക്കെ. ജസ്റ്റ് വണ്ടി ഒന്നിങ്ങനെ ഓടിച്ചു നോക്കിട്ടോ. കൊള്ളാകുമ്പോൾ വണ്ടിയൊക്കെ സെറ്റാണ്. ചെക്കൻ മറ്റേ കുട്ടികളെ മാറി കൊണ്ടുവന്നിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴുകി പൊട്ടപ്പനാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ടയർ മാറ്റിയിരുന്നു. ഇനി ബാറ്ററി മാറ്റണം. പിന്നെ ഷോക്ക് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അത് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പുതിയ ഷോക്ക് ആടിയായിരിക്കും ബെറ്റർ. ഞാൻ ട്രാക്കിലൊക്കെ ഉറങ്ങണം കരുതുന്നുണ്ട്. അതിന് വേണ്ടി ഫുള്ള് ഗിയർ എടുത്തിട്ടാണ് പോന്നിക്കണത്. കൂടുതൽ അറിയില്ല, നോക്കാം. അങ്ങനെ എന്തായാലും കുറേ കാലത്തിന് ശേഷം വണ്ടി ഓടിക്കാം. പക്ഷേ ഇപ്പോഴും ആ ഒരു ഫോം ഉണ്ടല്ലോ, അതിപ്പോഴും അതിൻ്റെ ഒരു ബേസിക് നമ്മൾക്ക് ആ ശരീരത്തിലുണ്ട്. എടുത്തിങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ കാലിങ്ങനെ കറക്റ്റ് ആ ടാങ്കുമേലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു ഫീലുണ്ട് എനിക്ക്. ആ ഒരു ഫോം ഇപ്പോഴും ഉണ്ട്. നമ്മൾ ആ ഒരു ബോഡി ലാംഗ്വേജും ബാലൻസിങ്. പക്ഷേ കൈ എനിക്ക് ഭയങ്കര ടൈറ്റാണ് മസിൽ. റൈറ്റും ലെഫ്റ്റും. റൈറ്റിനാണ് കൂടുതൽ, കാരണം ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാമല്ലോ. അതിനു വേണ്ടി കുഴപ്പമൊന്നുമില്ല. ബ്ലാക്കി, ഞാനിട്ട പേര് ബ്ലാക്കി എന്നാണ്. ഇതാണ് ഞാൻ ശരിക്കും മിസ് ചെയ്യണത്. എത്രയും വർഷം പോയിട്ട് വേറൊന്നും എനിക്ക് മിസ് ചെയ്യില്ല. നാട്ടിലത്തെ ഹരിതാവും പച്ചപ്പും ഓഫ് റോഡും ഈ ഒരു ഇത് മിസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഈ സാധനം, ബൈക്ക്. എൻ്റെ പേരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ക്ലബിൻ്റെ ഇതുണ്ട് എൻ്റെ പേര്. ശരിക്കും അളിയൻ്റെ കയ്യിലായിരുന്നു ഇത്രയും കാലം വണ്ടി. എൻ്റെ കൂട്ടുകാരൻ അനീസ് റഹ്മാൻ. പറയടാ ഒരുമാരൊന്നും ക്യാമറയിൽ വന്നാൽ അധികം തള്ളൂല. ക്യാമറയുടെ പുറത്ത് വന്നാൽ നല്ല തള്ളലും നല്ല അങ്ങോട്ടും പോക്കലും ഇതൊക്കെയാണ്. ഫുള്ള് വൈബായിരിക്കും. നമ്മുടെ ലാസ്റ്റത്തെ അതിഥിയും എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ലാസ്റ്റത്തെ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, സാധനം എന്താ പറയുക, യൂട്യൂബിൽ കണ്ണടിച്ചാൽ മതി. എന്റെ യൂട്യൂബിൽ ആകെ ഒരു വ്യൂവറാണ്. പിന്നെ ക്യാമറന്റെ ബാക്കിൽ തിന്നലാണ് ഇന്നെ. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്ന മാ തുറക്കും. ഫ്രണ്ടിൽ തിന്നു തിന്ന് പായസം. ഞാൻ വിത്തൗട്ട് കേട്ടോ. അതെല്ലാം അതിന്റെ
അതെ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എങ്ങനെയുണ്ട് ആ ഫുഡ് റിവ്യൂ പറയാം. ശരിയാണല്ലോ അല്ലേ? കല്യാണം കഴിക്കല്ല ചെക്കനാണ്. കുടിച്ചോ കുടിച്ചോ നീ കുടിച്ചോ. ജോസ് കുടി, ജോസ് കുടി. ഞങ്ങളേ പടക്കം പൊട്ടിക്കാൻ പോവാ. പടക്കം പൊട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വിഷുവല്ലേ, അപ്പോൾ ഇനി ഗ്രൗണ്ടിൽ പോയത് പടക്കം മറ്റേ അമിട്ട് ഒക്കെ ഉണ്ട്. വണ്ടി ഓടിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പം നൈസായിട്ട് അളിനെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു. വേട്ടാളിയന്മാരൊക്കെ വരുന്നത്. സുധാകരന്മാർ വരുന്നത്. അണ്ടന് നാടകം ഓടണം. പടക്കങ്ങളുടെ എന്താ എന്തെങ്കിലും വീക്ക്നെസ് ആയിരുന്നു അല്ലേ? അനീസിന്റെ വീക്ക്നെസ് തന്നെ പടക്കം. വേറെ ആളുടെ ആദ്യം ആളെയാ ഫുള്ള് ഏടെ മോനെ വേട്ടമണി രണ്ടെണ്ണത്തിന് പോണേ. ഫുള്ളേ വെയില് ആയിട്ടുണ്ട്. ഫുള്ള് തരിച്ചു പോയ പോലെ. ഇതാണ് നമ്മുടെ ഏരിയ, ചില്ല ഏരിയ. നെക്സ്റ്റ് അതെ ഞങ്ങളുടെ നെക്സ്റ്റ് ഏരിയയാണ്. ഇവിടെ ചില്ലടിച്ചോണ്ടിരിക്കുന്ന സ്ഥലം ഒന്ന് കണ്ട് ഫുള്ള് ആകെ ഡ്രൈ ആയി. ഡ്രൈ ലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ മതി. അവിടെ ഫുള്ള് വെള്ളമായിരിക്കും. അതുപോലെ ഇതും ചെറിയൊരു തോടാണ് അപ്പം. പക്ഷേ പടക്കങ്ങൾ വീക്ക്നെസ് ആയിരുന്നു. അതെ ആദ്യം ഓടി ഇവനാണ്. പിന്നെ വേറെ ഒന്നും ഓർമ്മ ഉണ്ടോ? വേറെ ഒന്നും ഓർമ്മ ഉണ്ടോ? പെരേന്ന് ഇറങ്ങി ഓടി. അത് അതിന് ശേഷം ഇറങ്ങി ഓടിയില്ലേ? എങ്ങനെ ശക്തമായി അവ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നിട്ടുണ്ടല്ലോ. അതെ, എന്നിട്ട് ഞങ്ങള് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ ബുള്ളറ്റിന്റെ അവിടെ പളയം വലിഞ്ഞ്. അതെ എന്തായാലും ഫവാസേ ഇപ്പൊ എന്തൊന്നും പറയല്ലേ. അതെ അപ്പൊ കൈ കിട്ടി നല്ല ഇടി കിട്ടി കേട്ടോ അളിയന്. ഷൂന് കുറ്റം പറയണ്ട. ഷൂ വായിക്കാം. ആ ഷൂ ഇട്ടിട്ട് അലർജി ഷോക്സ് ഇല്ല. സോക്സ് ടൈറ്റ് ആയിരിക്കും അല്ലേ? സോക്സ് ആണോ എനിക്ക്? ആ ഷൂ വാങ്ങിയ ഷൂ ആണോ സീന്? നാല് കൊള്ളി അതല്ല പടക്കം കൊണ്ടാ പടക്ക ഒരു ഡസം പടക്കമുണ്ട് ബൈ. തീപ്പെട്ടി ഇതുണ്ട് ബൈ. ലൈറ്റ് ഉണ്ട്. കഴിഞ്ഞു തുടങ്ങിട്ടോ പടക്കൊക്കെ. പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആയിരുന്നു. എന്റെ മറ്റേ അനീസ് വലിച്ചേടെ. ആ സ്ലോമോ സ്ലോമോ ബിസ്മില്ല. നോയിക്കോട്ടെ നോയിക്കോട്ടെ. ആ കത്തിക്ക് മോനെ. എടാ മോനെ. ഓ മാസ് മാസ്. ഒരു മൂളത്തെ മാത്രം കേൾക്കണ്ട. ശിവന് ഇതേതില്ല. കിട്ടിയോ? സാധനം കിട്ടിയോ അറിയാ? ഓ ഫോട്ടോ
ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതെ വേട്ടാളിമാർ ഇവിടെ വേറെ വേട്ടാളിയും പടക്കം തീർന്നിട്ട് കരഞ്ഞ് തെറ്റി നിൽക്കുകയാണ്. പടക്കം കഴിഞ്ഞ് കണ്ടിട്ട് പടക്കം വേണം പറഞ്ഞിട്ട്. ആൻ്റെ ഈ നോട്ടാടാ ചെറുക്കന് കിട്ടിയിരിക്കണത്. അന്ന് നോക്കിക്കൊന്നും കൂടി അങ്ങനെ കണ്ടോ ചോദിച്ചോക്ക് മരട് ഇടാ പടക്കം വാങ്ങിട്ടിങ്ങനെ ഇറങ്ങിയതാ. പടക്കാൻ വേണ്ടി ഇറങ്ങിയത്. പടക്കങ്ങൾ എന്നും എൻ്റെ വീക്ക്നെസ് ആയിരുന്നു. അനീസിന്റെ വീക്ക്നെസ് ആയിരുന്നു പടക്കം. എന്തുകൊണ്ട് ക്ലാസ് എടുത്ത് കൊടുക്കാം കേട്ടോ. വേറെന്തൊക്കെ പെറുക്കി വന്നത് ഇതെന്താ മുട്ടായിയാണ്. മുട്ടായിയാണ് അതെന്താ കച്ചറ കേട്ടോ. രണ്ടാളും പാടെ കുട്ടികളമാര് 10-40 വയസ്സായി രണ്ടെണ്ണത്തിന്. പടക്കങ്ങൾ വാഹനങ്ങൾ മേശപ്പൂ കൊണ്ട് പല ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് നമ്മള്. അനീസിന്റെ വ്യത്യസ്തമായ കലാരൂപമൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. വിളക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടല്ലേ. സ്ലോം എടുത്താലോ കത്തിക്കുമ്പോൾ പറട്ടോ. അതെ അനീസിന്റെ കലവിരുദ്ധന. അനീസെ കയ്യില് മിച്ചറ് അല്ലട്ടോ പടക്കാണേ വാരിട്ടോണ്ടത്. അനീസിന്റെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നം പടക്കം പൊട്ടിക്കണമെന്നല്ലേ. ആ മിച്ചറും കവർക്ക് കളിക്കരുതേ. ചോട്ട വലുതാക്കി വേറെ എടുക്കാനാണ്. താങ്കളുടെ ബുദ്ധി അപേരമാണല്ലോ. താങ്കളുടെ ഐഡിയ അല്ലേ ഇത്? ഇതെന്ത് കാണിക്കണേ കോട്ടയ്യേ? എന്തിനാ ഓടണേ? അവിടെ നിക്ക്. ആ ഞാൻ അത്ര നേരം ഇട്ടുകൊണ്ടിരിക്കല്ലേ. എവിടെ ചെക്കന്താ ഡബിൾ ഷോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ 2 പടക്കം ഒരുമിച്ച് വെച്ചിട്ട് പൊട്ടിക്കല്ലോ. ഭീകരണ്ടോ? ചെറിയ സാധനം ഉണ്ട് അറിയാ. അതെ ഇതൊന്ന് പിടിച്ചാ ഞാൻ വിടട്ടെ. അടുത്ത് ചെറിയ വാണം വിട്ടാലോ? അതെ വലിയ വാണം വിടാൻ. ഒരു വാണം ത്രിബിൾ ഇടി ആരംഭത്തിന് അപമാനം. വീണ്ടും അതാ അമല് 2 ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമല് 2 ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് വിടറ മോനെ. എത്ര മണിയിൽ മുട്ടോ? ആ 2 ഒന്നും ചോദിച്ചാണ്ട് ഒരേപോലെ തിരികെ എത്തണം കേട്ടോ. ഇല്ലേ പാളും. 2 തിരിയിൽ ഒരേമാതിരി തീ വിടും. അനീസെ അവിടേക്കൊന്നും എത്തൂല. ചെറിഞ്ഞോ അത് പോയോ? ഒരെണ്ണം പോയി. ആ ചെക്കൻ വാണം വിടാൻ പോവാ. ആ കഞ്ചി വിട്. അതെ വാണം വിട്ട് നീ ഒരു നിലയിലെത്തണം. കഴിഞ്ഞില്ലേ? ഇനി കുറച്ച് വെക്ക. അവിടെ 2 മുട്ട പൊട്ടിച്ചിട്ട് മതി. കണ്ടോ ചെറിയൊരു കുട്ടി തിരിഞ്ഞൊക്കെ എൻ്റെ എടാ മറ്റേ സാധനം പൊളിയല്ലേ ഫസ്റ്റല്ലേ. ഇവിടെ ഉണ്ടോ സാധനം പൊട്ടൽ ലോങ്ങില് ആൾക്കാർ തകർത്തോണ്ട് കേട്ടാ. എന്താണ് ഇംഗ്ലീഷ് പേര്?
അതിന്റെ മറ്റേ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് നോക്കടാ തെണ്ടി. അത് നമ്മളൊരു വാണം വിടാൻ പോകട്ടോ. ഉപ്പാടന്നെ അവിടെ തന്നെ ഉണ്ട്. ആ വാണത്തിന്റെ സൈഡിൽ ഒരു കുണ്ടം പൊട്ടിച്ചാലോ? അവിടെ തന്നെ ഒരു പറക്കട ചീറ്റിക്കണം കേട്ടോ. അവിടെ പൊട്ടാത്തുണ്ടോ? ഇത്രയോടെ വെച്ചാൽ മതി, ഇത്രയോടെ വെച്ചാൽ മതി. അവിടെ കിടക്ക്, അവിടെ കിടക്ക്. ചിലപ്പോൾ ഞാനാരാ മാറിക്ക് തകർക്കാൻ പോണം. മനസ്സിലായില്ലേ? ഓ പായൊന്നും വേണ്ട. അതായത് കാരൊന്നും കത്തുട്ടോ, ഒറ്റ അറുതി അതൊക്കെയാ. അത് പൊട്ടുണ്ടേ. നമ്മുടെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടാ സാധനം. ഞാൻ ഒരു 4-5 പടക്കം പിന്നെ ഉണ്ടോ പുതിയ ഇപ്പോൾ പോണ പോക്കിൽ ഒരെണ്ണം പൊട്ടിക്കാൻ പോവും. അതാണ് പരിപാടി. ലാസ്റ്റ് പൊട്ടിക്കാം ഉണ്ട്. വാണം ഇവിടെ ഉള്ള പരിപാടിയാണ് അനീസ്. അതെ, അതൊരു വല്ലാത്തൊരു ഇതാണ്. പതിച്ച് നിൽക്കാണ്. തലേക്ക് അതെറി പൊളിയിരിക്കും. ഒരേ പൊളി. മൂത്ത് നരച്ചിട്ടോ, പക്ഷെ ഇപ്പോഴും സാധനം അവിടെ തന്നെ ഉണ്ട്, പോയില്ല. ഏതായാലും അല്ലാതെ അതെ അനീസിനെ കൊണ്ട് പറ്റും. അതെ, കനല് ഞാനൊരെണ്ണം പടയ്ക്കാൻ പോകട്ടോ. അതാ നമ്മൾ ട്രോളി കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ടോ മോനെ ഒരു കുണ്ടോട് കൂടി ഈ വർഷത്തെ വിശ്വാഘോഷം ഇവിടെ വെച്ച് കഴിയാൻ പോകും. ചെക്കൻ്റെ കയ്യിൽ ഫുള്ള് കരിയാട്ടോ. എന്തേലും കുറച്ചായിട്ടുണ്ട് കരിമരുന്ന്. പക്ഷെ കഴിയുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും എൻ്റെ വിശ്വാസംസ. വല്ലത്തെത്തി അനീസിൻ്റെ ആക ജങ്ങനിൽ കയറി ഈ ആരണം മറ്റേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നിർത്താൻ വേണ്ടി ഇങ്ങനെ കാണിക്കുമല്ലോ. എടാ ആ തീക്കുമല്ലേ മറ്റേ തീക്കുമല്ലേ ഇങ്ങോട്ട് ഈ ഗ്രൗണ്ടിൽ പോവാ. വളിയില അതെ. അപ്പൊ ഇനി പൂത്തിരി ഉള്ളൂ. രാത്തിരി പൂത്തിരി കമ്പി പൂത്തിരി പൂത്തിരി അല്ലല്ല അത് മതി. പൂത്തിരി എടുക്കുന്നിട്ട് ഇങ്ങനെ അറിയാ പൂത്തിരി. ലാസ്റ്റത്തെ അയ്യോ ചെക്കൻ പാട്ടൊക്കെ പാടിട്ടോ. ലാസ്റ്റത്തെ മോനെ ഏടാ മോനെ ലാസ്റ്റത്തെ ഫൈനൽ സപ്പർ എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് സാധനമാണ്. എങ്ങനെയുണ്ട്? വ്യത്യസ്തമായൊരു ഇതല്ലേ? ഇങ്ങനെ കറക്കൂലേ പണ്ട് പിള്ളേരാകുമ്പോ അല്ലേ? അതെ പണ്ടങ്ങനെ കറക്കി. ഇത് നീ അങ്ങനെ കറക്ക്. അതെ, ചെക്കൻ 2 കയ്യിൽ കറക്കാൻ പോവാണ്. അതെ, എപ്പോഴും വേറെ ലെവലായിരിക്കും ചെക്കൻ. കണ്ടോ, പ്രൊഫഷണൽ കറക്കലാണ്. കണ്ടോ മോനെ, ഒരു പാട്ടുകാലോ. അയ്യാരേ ഒരേ വൈബ്. അങ്ങനെ ഈ കൊല്ലത്തെ വിഷു നമ്മൾ ഇവിടെ കൊണ്ട് തീർക്കാണ് സുഹൃത്തുക്കളെ. ഈ കൊല്ലം വിഷു ആഘോഷിച്ചവർക്കും ആഘോഷിക്കാത്തവർക്കും എല്ലാവർക്കും ഹാപ്പി വിഷു. അതെ, അടുത്ത ഫ്ലൈറ്റ് മറ്റേ അതെ ഇവരുടെ മറ്റേ ജനിച്ചതിന് മുന്നേ പാസ്പോർട്ട് എടുത്ത ടീം ഇവരുടെ എയർപോർട്ട് പോലും മര്യാദ കണ്ടിട്ടില്ല. അതെന്തിനും ഇവിടെ പറയണ്ടായിരുന്നു. അല്ല, ഒരു അവസരം കിട്ടിയപ്പോ അവസരം മുതലെടുക്കാനുള്ളത്. എന്ത് ഒളിപ്പിച്ച് ചിക്കണോ? ഒരു മീത്തൊക്കെ ചെള്ളി
ക്വാർട്ടർ മേലെ യെസ് മാൻ. ഇങ്ങുണ്ടോ? അല്ല നീ തയ്യോ ഇഷ്യൂ ഹാപ്പി ഇഷ്യൂ പറടാ. ഹാപ്പി വിഷു. എന്തേലും പറയാം വ്യത്യസ്തമായ. ഹാപ്പി വിഷു പോലെ നിന്റെ ഒരു ആഗ്രഹം എന്നില്ലേ സാഫല്യമായത്? പറ, ചെറുപ്പത്തിലെല്ലാം ആഗ്രഹമായിരുന്നു. ഇന്നത്തെ നമ്മുടെ എന്താ പറയുക എല്ലാം കഴിഞ്ഞ് തണ്ടലായി കഴിഞ്ഞ് പടക്കൊക്കെ പൊട്ടിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിന് മുന്നേ ഞാൻ അവിടുന്ന് കണ്ണാപ്പിക്ക് തോക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തീർത്തും കൊടുത്തില്ല, സർപ്രൈസാണ്. അപ്പോൾ അവന് നൈസായിട്ട് വിളിച്ചിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അതോടുകൂടി നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നൈസായിട്ട് അവന് സർപ്രൈസ് കൊടുക്കട്ടെ. നിനക്ക് എക്സൈറ്റഡ് ഒന്നുമില്ല? അത് കാര്യം മര്യാദക്ക് ഇതാക്കണേ, ഞാൻ കൊളാക്കിട്ടോ. ഞാൻ റെഡി ആക്കട്ടെ. പറയോ എന്നിട്ട് ഒന്നും പറയാൻ എന്നോട് ഓപ്പറേറ്റ് ചെയ്യാൻ മെനക്കേടില്ലാന്നൊക്കെ പറയണം. മര്യാദയ്ക്ക് ഒന്നും പറയല്ല. അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ, നൈസായിട്ട് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. രാവിലെ തൊട്ട് തുടങ്ങിയ അലച്ചിൽ ഉണ്ടോ, ഇനി വേണ്ട ആക്രമണമായിരിക്കും. അപ്പോൾ ബൈ, സി യു.